Hi viewers, today we are going to discuss about different types of interview. Dear students, we have been discussing about the methods used to collect primary data. Already discussed about observation. Now we will be discussing about the different types of interview. Following are the different types of interview as a method of data collection: structured or directive interview, unstructured or non-directive interview, focused interview, clinical interview, telephone interview, depth interview, and group interview. Let us discuss these in detail. Structured or directive interview. This is an interview made with a detailed standardized schedule. ഇവിടെ ഷെഡ്യൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂവർ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടുന്നത് അതിൻ്റെ ഒരു ലിസ്റ്റ്, അതിനാണ് ഇവിടെ ഷെഡ്യൂൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ളൊരു ഷെഡ്യൂളുമായിട്ടായിരിക്കും ഇവിടെ ഇൻ്റർവ്യൂവർ റെസ്പോണ്ടൻസിനോട് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് ഈ സ്ട്രക്ചേർഡ് സ്റ്റാൻഡർഡൈസ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരേപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും എല്ലാവരോടും ചോദിക്കുന്നത്. അതാണ് സ്റ്റാൻഡർഡൈസ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The same questions are put to the entire respondents and in the same order. കുറച്ച് ക്വസ്റ്റ്യൻസ്, ഉദാഹരണത്തിന് ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 25 ക്വസ്റ്റ്യൻസ് അത് എല്ലാവരോടും ചോദിക്കും. ഒരേപോലെ ഒരേ ഓർഡറിലായിരിക്കും അത് ചോദിക്കുന്നത്. ഒരു റെസ്പോണ്ടൻറ്റിൻ്റെ അടുത്ത് ആ 25 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനുശേഷം അടുത്ത റെസ്പോണ്ടൻറ്റിനോടും അതേ ചോദ്യങ്ങൾ അതേ ഓർഡറിലായിരിക്കും ചോദിക്കുക. ഈച്ച് ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ഇൻ ദ സെയിം വേ ഇൻ ഈച്ച് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിലോ വേർഡിലോ ഒന്നും ഒരു മാറ്റവും ഉണ്ടായിരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഓരോ ചോദ്യത്തിൻ്റെ സെൻറ്റൻസ് അതെങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്, അതിനകത്തോ അതിൻ്റെ ഒരു വേർഡിലോ ചോദ്യം ചോദിക്കുന്ന രീതിയിലോ ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാകുകയില്ല. ദിസ് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ഈസ് യൂസ്ഡ് ഫോർ ലാർജ് സ്കെയിൽ ഫോർമലൈസ്ഡ് സർവേ. ഇത്തരം സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ഡിറക്റ്റീവ് ഇൻ്റർവ്യൂ പ്രധാനമായിട്ടും ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ വളരെയേറെ ആൾക്കാരോട് ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ള ചില പഠനങ്ങളുണ്ട്. അതാണ് ലാർജ് സ്കെയിൽ ഫോർമലൈസ്ഡ് സർവേ. ഫോർമലൈസ്ഡ് സർവേ എന്ന് പറഞ്ഞാൽ വളരെ ഫോർമലായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ഏജൻസീസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സർവേ ഉണ്ട്. അത് വളരെ ഫോർമലൈസ്ഡ് ആണ്. അപ്പോൾ അത്തരത്തിൽ ലാർജ് സ്കെയിൽ ഫോർമലൈസ്ഡ് സർവേ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചേർഡ് ഡിറക്റ്റീവ് ഇൻ്റർവ്യൂ സാധാരണ നടത്തുന്നത്. ഒരേപോലെയുള്ള ചോദ്യങ്ങൾ നിരവധി ആൾക്കാരോട് ചോദിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയൊക്കെയുള്ള പേർപ്പസിന് വേണ്ടിയിട്ടാണ് സ്ട്രക്ചേർഡ് ഡിറക്റ്റീവ് ഇൻ്റർവ്യൂ യൂസ് ചെയ്യുന്നത്. സാധാരണ ഗവൺമെൻറ് നടത്താറുള്ള സർവേ അറിയില്ലേ, ഇക്കണോമിക് സർവേ ഒക്കെ, അതൊക്കെ ഈ രീതിയിലുള്ള സർവേ ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് എല്ലാവരോടും ചോദിക്കും. അതിൻ്റെ ഓർഡറൊക്കെ ഒന്ന് തന്നെയായിരിക്കും. നിരവധി ആൾക്കാരിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം സർവേയാണ് ലാർജ് സ്കെയിൽ ഫോർമലൈസ്ഡ് സർവേ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനൊക്കെയും സ്ട്രക്ചർഡ് ഡിറക്റ്റീവ് ഇൻ്റർവ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അൺസ്ട്രക്ചേർഡ് ഓർ നോൺ ഡിറക്റ്റീവ് ഇൻ്റർവ്യൂ. ദിസ് ഈസ് ദ ലീസ്റ്റ് സ്ട്രക്ചേർഡ് വൺ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രക്ചേർഡ് അല്ലാത്തതാണ്, തികച്ചും സ്ട്രക്ചേർഡ് അല്ലാത്ത ഇൻ്റർവ്യൂ ആണ് അൺസ്ട്രക്ചേർഡ് ഓർ നോൺ ഡിറക്റ്റീവ് ഇൻ്റർവ്യൂ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ എ ഡീറ്റെയിൽഡ് പ്രീ പ്ലാൻഡ് ഷെഡ്യൂൾ ഈസ് നോട്ട് യൂസ്ഡ്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ ഒരു പ്രീ പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ തയ്യാറാക്കിയ ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ഓൺലി എ ബ്രോഡ് ഇൻ്റർവ്യൂ ഗൈഡ് ഈസ് യൂസ്ഡ്.
ബ്രോഡ് ഇൻ്റർവ്യൂ ഗൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇൻ്റർവ്യൂ നടത്തേണ്ടുന്നത് എന്നതിനെക്കുറിച്ച് ചില ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ആ ഇൻ്റർവ്യൂവറിൻ്റെ കയ്യിലുണ്ടായിരിക്കുകയുള്ളൂ. അതിനനുസരിച്ചിട്ട് ഇൻ്റർവ്യൂ നടത്തും. അല്ലാതെ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൽ പോലെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാവരുടെ അടുത്തും ഒരേപോലെ ചോദിക്കുക, അങ്ങനെയുള്ള രീതി അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിലില്ല. Questions are not standardized and not ordered in a particular way. ഇതിനകത്ത് ആ ഒരു ഇൻ്റർവ്യൂ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ എങ്ങനെയാണ് കണ്ടക്റ്റ് ചെയ്യേണ്ടതെന്ന് ആ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. ഇനി ആ ഇൻ്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചല്ലേ മതിയാകൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് സ്റ്റാൻഡർഡൈസ്ഡ് അല്ല, അത് ഓർഡർ അനുസരിച്ചിട്ടും ആയിരിക്കുകയില്ല, ഒരു പ്രത്യേക ഓർഡർ അനുസരിച്ചിട്ടായിരിക്കത്തില്ല. ഇൻ്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന രീതിയിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും. ഇൻ്റർവ്യൂവർ അതനുസരിച്ചിട്ടാണ് ഇൻ്റർവ്യൂ കണ്ടക്റ്റ് ചെയ്യുന്നത്. അതാണ് അൺസ്ട്രക്ചർഡ് ഓർ നോൺ ഡിറക്റ്റീവ് ഇൻ്റർവ്യൂ. ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ. This is a semi-structured interview where the investigator attempts to focus the discussion on the actual effects of a given experience to which the respondents have been exposed. മറ്റ് ഇൻ്റർവ്യൂവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഒരു ക്വസ്റ്റ്യനെയറിൻ്റെ സഹായത്തോടെയാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആണെങ്കിലോ അതിനകത്തും ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്, അത് ആ ഇൻ്റർവ്യൂവിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുന്നു. എങ്കിൽ കൂടെയും അവിടെ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്. പക്ഷെ ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ അങ്ങനെയല്ല. റെസ്പോണ്ടൻസിന് ഒരു എക്സ്പീരിയൻസ് അത് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ എഫക്ട്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ് ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ. ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് വിശദമാക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻ്റർവ്യൂവർ ഒരു സിനിമയെക്കുറിച്ചാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ധാരാളം പഠനങ്ങൾ നടത്താറുണ്ട് സിനിമയെക്കുറിച്ച്, TV പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ. എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ എന്താണ് റെസ്പോണ്ടൻസിൻ്റെ അഭിപ്രായം എന്ന പഠനം. അപ്പോൾ അവിടെ നേരെ ചോദ്യങ്ങൾ ചോദിക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം തന്നെയും ആ റെസ്പോണ്ടൻസിന് ആ സിനിമ അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ആ മൂവി അവിടെ പ്ലേ ചെയ്തതിന് ശേഷം അവരെ ഡിസ്കഷൻ അനുവദിക്കുകയാണ്. ആ ഡിസ്കഷനിലൂടെ ആ മൂവിയെക്കുറിച്ച് എന്താണ് റെസ്പോണ്ടൻസിൻ്റെ അഭിപ്രായം എന്ന് ഇൻ്റർവ്യൂവർ മനസ്സിലാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതാണ് ഫോക്കസ് ദ ഡിസ്കഷൻ ഓൺ ദി ആക്ച്വൽ എഫക്ട്സ് ഓഫ് ഗിവൺ എക്സ്പീരിയൻസ് ടു വിച്ച് ദ റെസ്പോണ്ടൻസ് ഹാവ് ബീൻ എക്സ്പോസ്ഡ്. ഒരു മൂവിയെ അവിടെ പ്ലേ ചെയ്തതിന് ശേഷം അത് കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അവരിൽ നിന്നും കളക്ട് ചെയ്യുകയാണ്. അതൊരു ഡിസ്കഷൻ്റെ രൂപത്തിലാണ് കളക്ട് ചെയ്യുന്നത്. നേരെ അങ്ങ് ചോദ്യങ്ങൾ ചോദിക്കുകയല്ല, അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു മൂവിയാകാം, നേരത്തെ പറഞ്ഞതൊരു ടെലിവിഷൻ പ്രോഗ്രാം ആകാം, അതുപോലെ ഇൻ്റർവ്യൂവറിൻ്റെ തന്നെയും ഏതെങ്കിലും ഒരു അനുഭവമാകാം. ഇപ്പോൾ മാനേജ്മെൻറ്റിലൊക്കെ ആണെങ്കിൽ ഓർഗനൈസേഷനകത്ത് നടന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് എംപ്ലോയീസിൽ നിന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതി ഫോളോ ചെയ്യാം. അവരോട് ആ ഇൻസിഡൻറ്റ് ഒന്നും കൂടെ പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് ഇൻ്റർവ്യൂവറും അതുപോലെ ആ റെസ്പോണ്ടൻസും തമ്മിൽ. അങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യാം. അപ്പോൾ ഇതിനെയൊക്കെയാണ് ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. It takes place with the respondents known to have involved in a particular experience. അപ്പോൾ ഏതൊരു വിഷയമാണോ ആ റെസ്പോണ്ടൻസിന് അറിയാവുന്നത്, അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അവർക്കറിയാവുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് മാത്രമേ ഇവിടെ അവരുമായിട്ടുള്ളൊരു ഡിസ്കഷൻ നടത്തുകയുള്ളൂ.
അല്ലാതെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂ മെത്തേഡ്സ് പോലെ അല്ല. ഒരു ചോദ്യവുമായിട്ട് ചെന്ന് നേരെ ഡേറ്റ കളക്ട് ചെയ്യുകയല്ല. റെസ്പോണ്ടൻസിന് അറിയാവുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ കളക്ട് ചെയ്യുകയാണ്. ഇവിടെ ഏതിനെക്കുറിച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ, ആ ഒരു പ്രശ്നത്തിൽ റെസ്പോണ്ടൻസും ഓൾറെഡി ഇൻവോൾവ് ആയിരിക്കണം. അവരെയും കൂടെ അതിൻ്റെ ഭാഗമാകുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് തികച്ച് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഫോക്കസ്ഡ് ഇൻ്റർവ്യൂവിൽ അവരെ ക്ഷണിക്കുകയുള്ളൂ. കൂടുതലും ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ റെസ്പോണ്ടൻസിൻ്റെ ഇമോഷണൽ റെസ്പോൺസസ് അറിയുവാൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങളെക്കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത്, ഇമോഷണലി എന്താണ് അവരുടെ റെസ്പോൺസസ്, അതറിയുവാൻ കൂടെ വേണ്ടിയിട്ടാണ് ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്ലിനിക്കൽ ഇൻ്റർവ്യൂ. ദിസ് ഈസ് സിമിലർ ഇൻ ദ ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ ബട്ട് വിത്ത് എ സട്ടിൽ ഡിഫറൻസ്. ക്ലിനിക്കൽ ഇൻ്റർവ്യൂ ഏകദേശം ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ പോലെ തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതാണ് സട്ടിൽ ഡിഫറൻസ്. കുറച്ച് വ്യത്യാസമുണ്ട്. While the focused interview is concerned with the effects of specific experience, അതായത് ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്തിട്ട്, ആ പഠനത്തിന് ആസ്പദമാക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ എഫക്ട്സ് എന്താണ് അങ്ങനെ പഠിക്കുന്ന ഒന്നാണ് ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമയെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ, അതായത് സിനിമയെക്കുറിച്ച് എന്താണ് റെസ്പോണ്ടൻസിൻ്റെ അഭിപ്രായം എന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ആ മൂവി തന്നെ റെസ്പോണ്ടൻസിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ട് അവരുടെ ഇമോഷണൽ റെസ്പോൺസസ് എന്താണെന്ന് അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയാണ്, അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയാണ്. ബട്ട് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ ഈസ് കൺസേൺഡ് വിത്ത് ബ്രോഡ് അണ്ടർലൈൻ ഫീലിങ്സ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്ലിനിക്കൽ ഇൻ്റർവ്യൂവിൽ ഓരോ വ്യക്തിയുടെയും മനസ്സിൻ്റെ അടിത്തട്ടിൽ എന്താണ് അവർ ചിന്തിക്കുന്നത്, എന്താണ് അവരുടെ ഫീലിങ്സ് ഓർ മോട്ടിവേഷൻസ്, ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ്, അവരുടെയൊക്കെ ബിഹേവിയറിൻ്റെ പുറകിലുള്ള ആ മോട്ടീവ്സ് എന്താണ്, ഓർ വിത്ത് ദ കോഴ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് ലൈഫ് എക്സ്പീരിയൻസസ്. അത് മാത്രവുമല്ല ക്ലിനിക്കൽ ഇൻ്റർവ്യൂ പഠന വിഷയമാക്കുന്നത്, ആ വ്യക്തികളുടെ ലൈഫ് എക്സ്പീരിയൻസസ് എന്തൊക്കെയായിരുന്നു, അതാണ് വിത്ത് ദ കോഴ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ലൈഫ് എക്സ്പീരിയൻസസ്. ഏതെല്ലാം ജീവിത അനുഭവത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ. അപ്പോൾ ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസിൽ അവർക്ക് നൽകിയിട്ട് അതിൽ നിന്ന് അവരുടെ ഇമോഷണൽ റെസ്പോൺസസ് മനസ്സിലാക്കുന്നു. ക്ലിനിക്കൽ ഇൻ്റർവ്യൂ അങ്ങനെയല്ല. വ്യക്തികളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ അവരുടെ ഫീലിങ്സ് എന്താണ്, എന്തൊക്കെയാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഒരു പ്രവൃത്തിയിലേക്ക് നയിച്ച മോട്ടീവ്സ് എന്തായിരുന്നു, പിന്നെ അവർ കടന്നു വന്ന ലൈഫ് എക്സ്പീരിയൻസസ് എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. സാധാരണ ഇൻ്റർവ്യൂവർക്ക് ഈ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സൈക്കാട്രിസ്റ്റാണ് സാധാരണ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ നടത്തുക. അപ്പോൾ സൈക്കാട്രിസ്റ്റിൻ്റെ സഹായത്തോടു കൂടെ വേണം ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ ഇൻ്റർവ്യൂ നടത്താൻ. Types of interview will be continued in the next video.